ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്, സ്നോ വൈറ്റ് പുഡിംഗ്. പേര് പോലെ തന്നെ മഞ്ഞ് പോലുള്ള ഒരു പുഡിംഗ് ആണ്. നമുക്ക് വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പുഡിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ പുഡിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് 3 സ്റ്റെപ്പായിട്ടാണ്. ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രോബെറി സോസ് തയ്യാറാക്കണം. ആദ്യം നമുക്ക് ഈ സ്ട്രോബെറി ക്രഷ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാംസ് സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഫൈനായിട്ട് പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി. സ്ട്രോബെറി ക്രഷ് തയ്യാറാക്കാനായിട്ട് ആദ്യം സ്ട്രോബെറിയും പഞ്ചസാരയും വെള്ളവും കൂടി മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് അതിന് ശേഷം ബോയിൽ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറി സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ ഇതൊരു 4-5 സെർവിങ്ങിനുണ്ടാവും. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രത്തിലോ ബീറ്ററിലോ ഒന്നും ഒട്ടും വെള്ളമയോ ഇല്ലാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് കളർ വാനില എസൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ വാനില എസൻസും യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ലോ ടു ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്റ്റിഫായിട്ട് ഈ എഗ് വൈറ്റ് കിട്ടും. ഇതിങ്ങനെ പീക്സ് ആയതിനു ശേഷം വീണ്ടും ഓവർ ബീറ്റ് ചെയ്താൽ ഇതിൻ്റെ ടെക്സ്ചർ മാറിപ്പോകും. ഇനി നമുക്ക് ഈ എഗ് വൈറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള പാത്രത്തിലോ കേക്ക് ടിന്നിലോ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതേപോലെയുള്ള ഒരു പരന്ന പാത്രത്തിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ 3-4 പീസസ് ആയിട്ട് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. ഇത് ബോയിൽ ചെയ്യുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് ഓവറായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടെക്സ്ചർ മാറിയിട്ട് ഒരു ഓംലേറ്റിൻ്റെ ഷേപ്പിൽ അങ്ങ് പതുങ്ങി പോകും. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾക്ക് ആ പാത്രം ഇറക്കി വെച്ചിട്ട് ഇനി ഒരു ഗ്ലാസ് ലിഡ് കൊണ്ട് അടയ്ക്കുന്നതായിരിക്കും നല്ലത്. നമുക്കപ്പോൾ കാണാൻ പറ്റും വേഗം ഇത് ബോയിലായിട്ട് കിട്ടുന്നത്. ഇതൊരു 1.5-2 മിനിറ്റിനകത്ത് തന്നെ ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടും നമുക്ക്. ഈ 2 പാത്രത്തിലും ബോയിൽ ചെയ്തത് ഞാൻ കാണിക്കാം. ഒരു ചെറിയ യെല്ലോയിഷ് കളർ വരുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇത് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ കാണുന്ന ആ സിറപ്പ് നമ്മൾ അതിൽ ചേർത്ത ഷുഗർ മെൽറ്റായതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ചീസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് കേടിലാവാൻ പാകത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതലും ആവശ്യമായിട്ട് വരും. നന്നായിട്ട് കേടിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തതിന് ശേഷം അതിലേക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ആ വിനാഗിരിയുടെ ടേസ്റ്റൊക്കെ പോകുന്ന പാകത്തിന് കഴുകിയെടുക്കണം. അതിനുശേഷം അതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് അതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം മുഴുവൻ കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് ക്രീം ചീസ് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളമയം വേണം. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് ഗ്രൈൻഡ് ചെയ്തപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ക്രീം ചീസിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഷുഗർ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാലൊക്കെ ചേർക്കുന്നതിന് ഒരു പ്രത്യേക അളവില്ല. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കാട്ടിൽ കുറച്ച് കുറവ് ചേർത്താലും മതി. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മിക്സർ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒരു 10-12 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം.
ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് ബോയിലായിട്ട് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ചീസ് ഇരിക്കുന്തോറും നന്നായിട്ട് കട്ടിയാവും. ക്രീം ചീസും കസ്റ്റാർഡും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി ക്രഷ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു ക്രിസ്മസ് തീമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് സ്ട്രോബെറി തന്നെ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചോ പൈനാപ്പിളോ അങ്ങനെ കുറച്ച് പുളിപ്പുള്ള ഫ്രൂട്ട്സുമാണ് ഇതിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. ഈ ഫ്രൂട്ട് ക്രഷ് ഒക്കെ ചേർക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഇതിന് പകരമായിട്ട് പോമോഗ്രാനൈറ്റ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സോസ് ഒഴിച്ചു കൊടുക്കാം. ഈ സോസിന് ഇതിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല റെഡ് കളറാണ് നേരെ കാണാനായിട്ട്. ഇത് നല്ല റെഡ് കളറിൽ ഇരിക്കുന്നതാണ് സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ എഗ് വൈറ്റ് അത് ഇതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. അത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് കൂടി ഒഴിച്ചു കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു ക്രിസ്മസ് തീമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ അതിന് റെഡും വൈറ്റും ഗ്രീനുമാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇവിടെ മിൻറ്റ് ലീവ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇത് കാണാനും വളരെ ഭംഗിയാണ്, കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ.